ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിന്നർ കോംബോ ആയിട്ടാണ് ഞാൻ വന്നത്. ഡിന്നറിന് മാത്രമല്ല ഗസ്റ്റ് വരുമ്പോഴും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ബട്ടൂരിയും ക്രീമി ബട്ടർ ചിക്കനും. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ പോവുക ബട്ടർ ചിക്കനും ബട്ടൂരിയും ഉണ്ടാക്കാമെന്നാണ്. അത്രയും ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ബട്ടൂര ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബട്ടൂര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും രുചിയിലുള്ള, അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ആദ്യം തന്നെ നമുക്ക് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാലാണ് എടുത്തിന്, അത് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാതെ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ ഒഴികെ ഏതൊരു ഓയിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. അപ്പം ആദ്യം നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ പാലോ വെള്ളമോ ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. കറക്റ്റാണ്. നമ്മൾ തൈരും കൂടെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കും ഈ ഒരു മാവ്. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും ക്യാരറ്റും ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഞാനിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനേക്കാളും കുറച്ച് വലിയ ബൗളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് പൊങ്ങി ഡബിൾ സൈസായി വരുമല്ലോ. അപ്പം കുറച്ചും കൂടെ വലിയ ബൗളിലേക്ക് ഞാൻ ഇത് മാവ് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ബൗൾ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ടിത് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊങ്ങിക്കിട്ടും. തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ ആയും പൊങ്ങിക്കിട്ടാൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനി നമുക്ക് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഇതുപോലെ നമ്മൾ കറിക്കെല്ലാം കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/2 ലെമണും കൂടെ പിഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറും 1 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള, 4 തക്കാളി, 2 സവാള എടുക്കുമ്പോൾ 4 തക്കാളി എന്ന അളവിലാണ് ബട്ടർ ചിക്കന് എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ എടുക്കുക. ആദ്യം സവാള ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളേൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരുപാടങ്ങ് വഴറ്റി സവാള ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ച 4 തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വാടിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് വഴറ്റി സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വാടി കിട്ടുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാവും. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 15 അണ്ടിപ്പരിപ്പാണ് എടുത്തിന്, അതിട്ട് കൊടുക്കാം. 15 മുതൽ ഒരു 20 വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ബട്ടർ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമുക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയും തക്കാളിയും എല്ലാം ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തെറിക്കും. മുടിയൊക്കെ ചിലപ്പം തുറന്നിട്ട് തനിയെ തന്നെ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത് ആ ഒരു പാത്രം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനും എടുത്താൽ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ടിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഫുള്ളും ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ടി വരും. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയി നല്ലോണം മുരിഞ്ഞു പോകണ്ട, ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയത് ഇതുപോലെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ അതിൻ്റെ സൈഡിലിട്ടിട്ട് അതും കൂടെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ മുഴുവനും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ മുഴുവനും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആദ്യം ഫ്രൈ ആയത് കോരി മാറ്റി വെച്ചിനല്ലോ, ആ ഒരു ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകണ്ട, ഒരുപാട് വെള്ളമായി പോകരുത്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് ഇടയ്ക്ക് ഞാൻ തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം. ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. നമ്മൾ സവാളയെല്ലാം വഴറ്റുമ്പോഴും ഇട്ട് കൊടുത്തിന്. പിന്നെ ചിക്കനിൽ ഉപ്പുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ കുക്കിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ബട്ടർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല രുചിയുള്ള അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നില്ല. അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബട്ടൂരിയും കൂടി ചുട്ടെടുത്തതിന് ശേഷം മിക്സെല്ലാം ആക്കിയിട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബട്ടൂരൻ്റെ മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പുമിൽ അല്പം മൈദ തൂക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് ഉരുട്ടിയെടുക്കുന്നത് പോലെ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി മാറ്റി വെക്കുക. ഒന്നുകിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വലിയ 2-3 ബോൾസ് ആക്കിയിട്ട് വലുതായിട്ട് പരത്തിയിട്ട് എന്തെങ്കിലും മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കട്ടർ വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ചപ്പാത്തിൻ്റെ എല്ലാം ആ ഒരു മാവിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിക്കുന്നത്. മുമ്പ് ഞാൻ ബട്ടൂരൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ബിസ്ക്കറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുത്തിന്. അപ്പോൾ ഇത് മറ്റൊരു രീതിയിലാണ് കാണിക്കുന്നത്. മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പം പരത്താനാണ് എളുപ്പം. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു മാവ് കൊണ്ട് എനിക്ക് 16 ഇതുപോലത്തെ ബോൾസ് കിട്ടീന് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് കുറച്ച് മൈദ തൂക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നത് പോലെ റൗണ്ടായിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ അത്ര കനം കുറച്ചിട്ട് വേണ്ട, കുറച്ച് 2 ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
ഞാനിതുപോലത്തെ പിസ്സ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ പിസ്സ കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ തൂക്കിയിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. മൈദ കൂടിപ്പോകരുത്, കുറച്ചൊന്ന് തൂക്കി കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തത് വെക്കുമ്പോൾ ഒന്നുകിൽ കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏതിൻ്റെയും ഉള്ളിൽ ഓവൻ്റെ ഉള്ളിലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഒന്നും കൂടെ ഇത് ചെറുതായിട്ട് പൊങ്ങി വരും. അന്നേരം പൊരിച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ വെക്കാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പരത്തിയ ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ബാക്കിയുള്ളത് പരത്തുമ്പം തന്നെ ആദ്യം പരത്തി വെച്ചത് ഒരു 10 മിനിറ്റെല്ലാം ആവും. അപ്പം ആദ്യം പരത്തിയത് ആദ്യം ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഇതിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാം. പിന്നെ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ പൂരിയെല്ലാം എങ്ങനെയാണോ പൊരിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ. ഒരുപാടങ്ങ് കളറ് മാറി ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് എടുക്കുക. ഒരുപാടായിക്കഴിഞ്ഞാൽ ഹാർഡായി പോവും. ഇങ്ങനെ എടുക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇട്ട ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് ബോൾ പോലെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ ഫുള്ളായിട്ട് നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും കൂടി റെഡിയായി എന്ന് കാണുമ്പോൾ തിരിച്ചിട്ടിട്ട് കോരി മാറ്റുക. അപ്പോൾ എല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ ബട്ടൂരി എല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനും റെഡിയായിട്ട് ഉണ്ട്. അങ്ങനെ ബട്ടൂരിയും ബട്ടർ ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ ബട്ടർ ചിക്കൻ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീം പരുവത്തിൽ നല്ല ക്രീമി ബട്ടർ ചിക്കനാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കുക. ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ ഈ ഒരു രീതിയിലേ നിങ്ങൾ ഉണ്ടാക്കൂ. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് ബട്ടർ ചിക്കൻ സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ടൂരിയും ഇതുപോലെ സെർവ് ചെയ്തിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അടിപൊളി ബട്ടൂരിയാണ്. ഈ ഒരു രീതിയിൽ ബട്ടൂരി ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.